ഇത് മറ്റു പാർട്ടികളിൽ നിന്ന് പുറന്തള്ളുന്ന നമ്മുടെ സ്ക്രാപ്പ് എടുക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ഞങ്ങളുടെ അഭിപ്രായമാണ്. താനി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും അതുപോലെ തന്നെ KPCC ബിജാർ വിഭാഗിൻ്റെയും ഒരു അഭിപ്രായമാണ്. നിലവിൽ ഒരുപാട് പ്രവർത്തകർ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളെപ്പോലുള്ള ഒരുപാട് ആളുകൾ വർഷങ്ങളായി പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ ഏറ്റവും അധികം സമരം ചെയ്തിട്ടുള്ള ഒരു പക്ഷേ CC മൂന്നിന്റെ ഓഫീസിലേക്കായിരിക്കും, അല്ലെങ്കിൽ ഈ നാട്ടിക മണ്ഡലത്തിലെ മറ്റ് CC മൂന്നിന്റെ പ്രവർത്തകർക്കെതിരെ ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ ഉൾക്കൊള്ളുക? ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരുപാട് ചെറുപ്പക്കാർ ഈ സംവരണ മണ്ഡലം ആയതുകൊണ്ട് കുറച്ച് നാളുകളായിട്ട് 15 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, 5 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു മത്സരിക്കാനായിട്ടൊരു ചാൻസാണ് ഇപ്പോൾ ഈ വരുന്ന ഈ ഒരു നിയമസഭ ഇലക്ഷൻ. ഇത് രണ്ട് ടേമുള്ളൂ. ഇനി 25 കൊല്ലമാണ് ഇതിൻ്റെ സംവരണം. അപ്പോൾ ഒരു ടേം കൂടിയാണ് ഈ സംവരണ മണ്ഡലമായിട്ട് നിലനിൽക്കുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള അവർക്ക് മത്സരിക്കാനുള്ളൊരു വേദിയും കൂടിയാണ് ഇത് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യാണ്ടിരിക്കാനുള്ള ഒരു തിരുത്തലായിട്ട് നിൽക്കാനാണ് ഞങ്ങൾ നിൽക്കുന്നത്. പാർട്ടിക്ക് ഒരിക്കലും എതിരെ ഞങ്ങൾ നിൽക്കില്ല ഈ കാര്യത്തിൽ. കാരണം പാർട്ടിയെ ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവില്ല. കാരണം ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്ന് പറയുകയും ചെയ്യും. കാരണം അങ്ങനെ ഒരു അത് ഇന്നലെ ഞങ്ങളിവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇന്നലെ കോഴിക്കോട് ഒരു ക്യാമ്പിലായിരുന്നു. ഇന്നലെ മാധ്യമങ്ങളിലൂടെയാണ് ഞങ്ങളിതൊക്കെ അറിയുന്നത്, അല്ലാണ്ട് ഞങ്ങളാരും വേറെ വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇവിടെ താനി മണ്ഡലത്തിൽ ഇന്നലെ രാത്രി വന്ന് ഞങ്ങളിവിടുത്തെ 19 വാർഡ് കമ്മിറ്റികളാണ്. ആ വാർഡ് പ്രസിഡന്റുമാരെ ഇന്നലെ രാത്രി വിളിക്കുകയുണ്ടായി. അപ്പോൾ അവരുടെ അഭിപ്രായം അറിഞ്ഞിട്ടാണ് ആദ്യം മാധ്യമങ്ങളെ അറിയിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നേതൃത്വത്തിനെ അറിയിക്കണുള്ളൂ. കഴിഞ്ഞ ദിവസം ഇന്നലെ ജോസ് വള്ളൂർ ഉൾപ്പെടെയുള്ളവർ വന്ന് കാണുകയും ചെയ്തു. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ തിരക്കുകയും ഇവിടെ നാട്ടികയിൽ മത്സരിക്കാൻ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ പിന്തുണ നൽകാമെന്നൊരു വാഗ്ദാനം നൽകിയെന്നാണ് CC മൂന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ഒരു? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ഒരിക്കലും പാർട്ടിനെ ധിക്കരിച്ച് ഇപ്പോൾ KPCCനെ ICCനെ ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അതിൽ നമുക്ക് പറയാനുള്ള അഭിപ്രായം നമ്മൾ പറയും. അതുകൊണ്ട് അത് നമുക്കറിയാം, ഇവിടെ ഇത്രയും ആളുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് പേര് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വർക്ക് ഇവിടെ നടത്തുന്നവരുണ്ടായിരുന്നു. അപ്പോൾ അവരെ തഴഞ്ഞിട്ട് ഇപ്പോൾ നേരത്തെ UDF ധാരണ പ്രകാരം CMP ആണ് മാറി മത്സരിച്ചില്ല, അന്ന് മദളം ചിഹ്നത്തിലാണ് നിന്നിരുന്നത്. അപ്പോൾ അതുപോലെ ഇപ്പോൾ കൈപ്പത്തി കോൺഗ്രസിൻ്റെ സീറ്റാണിത്. ആ കോൺഗ്രസിൻ്റെ കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കാൻ ചെറുപ്പക്കാരുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ വെറും ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ 4700 വോട്ടിൻ്റെ വ്യത്യാസമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ജയസാധ്യത, ഇപ്പോൾ ഇതിൻ്റെ സർവേകളൊക്കെ നടന്നതിൽ ഏറ്റവും ജയസാധ്യതയുള്ള മണ്ഡലം കൂടിയാണ് ഈ ഗീതാഗോപി അല്ലെങ്കിൽ നമ്മുടെ ഗീതാഗോപി മത്സരിച്ചാലും മുകുന്ദ മത്സരിച്ചാലും ഞങ്ങളുടെ ഓപ്പോസിറ്റ് മത്സരം ജയിക്കാനുള്ള സംവിധാനമുള്ളപ്പോൾ അവിടെ നിന്ന് പുറന്തള്ളുന്ന ആളുകൾ എടുക്കേണ്ട കാര്യമില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതെ, നിങ്ങൾക്ക് എന്താണ് പ്രതിഷേധം? മുകുന്ദനെതിരെ വ്യക്തിപരമായുള്ള പ്രതിഷേധമല്ല. നമ്മളിപ്പോൾ 2 ടേമായിട്ട് ഗീതാഗോപിയും 2 പേരും ഇവിടെ MLA മാരായിരുന്നു. അവർക്കെതിരെ ഞങ്ങൾ സമരം നടത്തിയത് വെറുതെ അല്ല. 2 പേരും ഇപ്പോൾ ഗീതാഗോപി പ്രശസ്തിയായത് ഇവിടെ ഒരു വികസന പ്രവർത്തനം നടത്തിയിട്ടല്ല, സ്വന്തം മകൾക്ക് സ്ത്രീധനം കൊടുത്തതിൻ്റെ പേരിലാണ് പ്രശസ്തമായത്. CC മുകുന്ദനായാലും പ്രശസ്തമായത് നാട്ടികയിലെ ഒരു വികസന പ്രവർത്തനം നടത്തിയിട്ടോ ഒരു കല്ലിട്ടിട്ടോ അല്ല. അദ്ദേഹം വീട്ടിൽ മഴവെള്ളത്തിൽ കെട്ടിമറിഞ്ഞ് വീണ് കാലൊടിഞ്ഞപ്പോഴാണ് അദ്ദേഹം പ്രശസ്തമായത്. ഞങ്ങൾ നിരന്തരമായി ഇവർക്കെതിരെ സമരങ്ങൾ നടത്തുന്നതാണ്. ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന കാലത്ത് ഗീതാഗോപിക്കെതിരെ പട്ടികജാതി സീറ്റുകൾ കുറഞ്ഞതിനെതിരെ സമരം നടത്തിയ ആൾക്കാർ. ഇന്നലെ വരെ ഇവർക്കെതിരെ സമരം നടത്തിയ ആൾക്കാർ ഞങ്ങളെ കൂടെ നിൽക്കുന്ന അണികളോട് എങ്ങനെ പറയും? ഇന്നലെ ഞങ്ങൾ സമരം നടത്തിയ ആൾക്കാർക്ക് വേണ്ടി വോട്ട് പിടിക്കുക എന്നുള്ളത് വളരെ ഇതുള്ള കാര്യമാണ്. ഞങ്ങൾ ഇതുവരെ ഹൈക്കമാൻഡ് പൂർണ്ണമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. ആ പ്രഖ്യാപിക്കുന്നത് വരെ തിരുത്തലാവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. തിരുത്താൻ ഞങ്ങൾ ഹൈക്കമാൻഡ് അല്ലെങ്കിൽ പാർട്ടിയോട് ഞങ്ങൾ പറയുകയാണ്. തിരുത്തിയില്ലെങ്കിലും നാളെ ഒരു AICCയും KPC ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ കൂടെ നിൽക്കും. ഇതുവരെ അങ്ങനെയാണ്. ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്ഥാനാർത്ഥികൾ വന്നാലും ഞങ്ങൾ പഞ്ചായത്തിലായാലും ബ്ലോക്കിലായാലും എവിടെയായാലും ഞങ്ങൾ ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളൂ. പാർട്ടിക്കൊപ്പം നിൽക്കും, അതിൽ സംശയമില്ല. വ്യക്തി എന്നുള്ളതല്ല ഞങ്ങൾ പറയുന്നത്. വെറും ഒരു പ്രതിഷേധമല്ല, ഇതിൽ മാറ്റം ഉണ്ടാവുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അല്ല, കുറേ ദിവസങ്ങളായിട്ടുള്ള അതായത് ഇന്നലെയാണ് ഇതിൻ്റെ കുറിച്ചുള്ള ചർച്ചകളും ഇവിടെ വന്നിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിപ്പോൾ നമുക്ക് ഈ ഓഫീസും മുകുന്ദൻ്റെ MLA ഓഫീസും തൊട്ടപ്പുറത്താണ്.
ഞങ്ങളിവിടെ ആരും നാട്ടിലുണ്ടായിരുന്നില്ല. ഇന്നലെ ഞാൻ ഇവിടെ ഉൾപ്പെടെ കോഴിക്കോട് ഒരു ക്യാമ്പിലായിരുന്നു. അപ്പം മാധ്യമങ്ങൾ അവിടെ വെച്ചിട്ടാണ് മാധ്യമങ്ങൾ ഞങ്ങൾ അറിയുന്നത് ഇത്രയും സംഭവം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന്. അല്ലാതെ ഒരു വലിയ ദിവസങ്ങൾ തീരുമാനം എടുക്കാനായിട്ടുള്ള ഒരു സമയം കിട്ടിയിട്ടില്ല. അതിനൊരു ചർച്ചകളൊന്നും നടന്നിട്ടില്ല. ഇന്നലെയാണ് ഇതിനെക്കുറിച്ചൊരു തീരുമാനം ഉണ്ടായത്. അത് അറിഞ്ഞ വശം തന്നെ നമ്മൾ ഇത് വരികയും ഇതിനൊരു പ്രതിഷേധം നിങ്ങളോട് പറയുക എന്നുള്ളത് മാധ്യമങ്ങളിലൂടെയാണ് ഇത് അറിയാൻ ഞങ്ങൾക്ക് ഇടയാക്കിയത്. അപ്പോൾ അതുകൊണ്ടാണ് മാധ്യമങ്ങളിലൂടെ തന്നെ ഇത് ജനങ്ങൾ അറിയണമെന്നുള്ളൊരു ആവശ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരോടും വരാനായിട്ട് നിങ്ങളെ ക്ഷണിച്ചതും ഇത് ഞങ്ങളുടെ ഒരു അഭിപ്രായം പറയാനായിട്ട് ഇവിടെ വന്നതും.